നമസ്കാരം. എല്ലാവർക്കും PSC എക്സാം ക്രാക്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയേഴ്സിൽ വന്ന ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കാദ്യം ചോദ്യത്തിലോട്ട് പോകാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഓപ്ഷൻ എ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും, ഓപ്ഷൻ ബി ഒരു ചെയർപേഴ്സണും 3 അംഗങ്ങളും, ഓപ്ഷൻ സി ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും, ഓപ്ഷൻ ഡി ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും. ഉത്തരം ഓപ്ഷൻ എ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. നമുക്കിനി ഉത്തരത്തെപ്പറ്റി ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാം. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചു. ശ്രദ്ധിക്കുക, 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചു. കേരള ഹൈക്കോടതിയുടെ ആദ്യ ചെയർപേഴ്സൺ ജസ്റ്റിസ് M പരീത് പിള്ള, മുൻ ചീഫ് ജസ്റ്റിസ് ഡോക്ടർ S ബാലരാമൻ, TK വിൽസൺ എന്നിവരെ സപ്പോർട്ടിംഗ് അംഗങ്ങളുമായി ചുമതലയേറ്റു. നമുക്കിനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാം. ചെയർപേഴ്സൺ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഒരു സംസ്ഥാന കോടതി ചീഫ് ജസ്റ്റിസായോ മാത്രമേ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കാൻ കഴിയൂ. അംഗങ്ങൾ ഹൈക്കോടതി ജഡ്ജിമാരായി സേവനമനുഷ്ഠിക്കുന്നവരോ വിരമിച്ചവരോ ജില്ലാ ജഡ്ജിയായി നിയമിക്കാം. എന്നിരുന്നാലും അവർക്ക് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള പ്രായോഗികമായ പരിജ്ഞാനത്തോടൊപ്പം ജില്ലാ ജഡ്ജിയായി 7 വർഷം പരിചയവും ഉണ്ടായിരിക്കണം. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ടുള്ളവർ വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിലവിലുള്ള കേരള സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ് ആണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകളി കാണപ്പെടുന്നത്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ സി നാഗാലാൻഡ്, ഓപ്ഷൻ ഡി പഞ്ചാബ്. ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബംഗാൾ കടുവകൾ വസിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ സുന്ദർബൻസ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. സുന്ദർബൻ കടുവകളെ റോയൽ ബംഗാൾ കടുവകൾ എന്നാണ് വിളിക്കുന്നത്. സുന്ദർബൻ കണ്ടൽക്കാടുകളുടെ പ്രധാന ആകർഷണമാണ് രാജകീയ ബംഗാൾ കടുവ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ ശൂന്യതയിൽ, ഓപ്ഷൻ ബി വെള്ളത്തിൽ, ഓപ്ഷൻ സി വായുവിൽ, ഓപ്ഷൻ ഡി ഖരവസ്തുക്കളിൽ. ഉത്തരം ഓപ്ഷൻ ഡി ഖരവസ്തുക്കളിൽ. നമുക്കിനി ഉത്തരത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ജലത്തെക്കാളും വായുവിനേക്കാളും വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. അതായത് സോളിഡ് എന്ന മീഡിയത്തിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇനി മനുഷ്യർക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് കേൾക്കുവാൻ സാധിക്കുന്നത്. മാധ്യമത്തിനനുസരിച്ച് ശബ്ദത്തിൻ്റെ വേഗത വ്യത്യാസപ്പെടുന്നു. അതായത് മീഡിയം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളിഡ്, ഗ്യാസ്, ലിക്വിഡ്, ഇതിലെല്ലാം ശബ്ദത്തിൻ്റെ വേഗത വ്യത്യസ്തമായിരിക്കും. ഇനി ഒരു മുറിയിലെ താപനില, അതായത് മുറിയിലെ വായുവിൻ്റെ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ശബ്ദം സെക്കൻഡിൽ ഏകദേശം 343 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഖരവസ്തുക്കളിൽ തന്മാത്രകൾ പരസ്പരം കൂടുതൽ അടുത്തും കൂടുതൽ ദൃഢവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ശബ്ദത്തിന് പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ കോണ്ടന്റുള്ള വീഡിയോകളുമായി വരാൻ ശ്രമിക്കാം. അതുപോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, മനസ്സിലാക്കുക. എല്ലാവർക്കും താങ്ക് യു. ബൈ.